എനിക്ക് അച്ഛനോട് സംസാരിക്കണം. അച്ഛൻ എന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. ആകെ കടത്തിൽ മുങ്ങിയിരിക്കുക. അച്ഛന്റെ പേർക്ക് എഴുതി തന്ന വീട് സ്ഥലം കിട്ടിയ വിലക്ക് വിറ്റു. എന്നിട്ട് കടം ബാക്കിയ. അതുകൊണ്ടാ ഗൾഫ് പോവാൻ നിൽക്കണേ. എന്റെ നിവൃത്തിയേട് കൊണ്ടാ. ഒപ്പം ഭാര്യയും കുട്ടീനും കൂട്ടുന്നുണ്ട്. അവളോടെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അച്ഛനെ ഞാൻ എന്റെ സുഹൃത്തിന് വീട്ടിൽ കൊണ്ടാക്കാം. അവിടെ നല്ല സുഖമായിരിക്കും. അവിടെ ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മോനെ വിശ്വ, എത്രാമത്തെ നിലയല്ല നിന്റെ ഫ്ലാറ്റ്? അത് പിന്നെ അച്ഛാ, ഞാൻ അച്ഛനോട് പറയാനിരിക്കായിരുന്നു. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എടാ, ടോമിയെ കൊണ്ടുപോകുന്നില്ലേ? പിന്നെ കൊണ്ടുപോകാതെ എത്ര കാശ് കൊടുത്ത് വാങ്ങിയതച്ഛാ. അവന് വേണ്ടിട്ട് AC റൂമനുണ്ട് അച്ഛാ. ജനിക്കുകയാണെങ്കിൽ ഒരു നായയായിട്ടെങ്കിലും ജനിക്കണമായിരുന്നു. എന്റെ മോന്റെ വീട്ടിൽ എനിക്കൊരു മുറി ഉണ്ടാവുമെന്ന് കരുതി. നിന്റെ വളർത്തുനായയുടെ വില പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ? അച്ഛപ്പോ വേറൊന്നും ചിന്തിക്കണ്ട. അച്ഛന് വേണ്ടതല്ല ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിണ്ടരുത് നീ. നിനക്ക് എവിടേക്കാന്ന് വെച്ചാ പോകാം. കൂടെ നീ പാക്ക് ചെയ്തതില്ലേ, അത് നിന്റെ പട്ടിക്ക് കൊടുക്ക്. ഒന്നും മറക്കരുത് നീ. എന്റെ നല്ല പ്രായം മൊത്തം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ നീ ഒറ്റ അടിക്ക് വിറ്റ് മുടിച്ചത്. അവസാനം എനിക്ക് കയറി കിടക്കാൻ നിന്റെ കൂട്ടുകാരന്റെ വീട്. ഓടാ അവിടുന്ന്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അച്ഛന് മനസ്സിലാവില്ല. അച്ഛൻ എന്താ ചെയ്യും? അല്ല പിന്നെ ഭ്രാന്ത് വരുന്നുണ്ട്.